ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ 65 ആണ്. ഇനി നമുക്ക് റൈസ് ഫ്ലവർ ഇടാം. ഇത് കോൺഫ്ലവറും റൈസ് ഫ്ലവറും കൂടെ ഇടുക. നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. യോഗട്ട്, ലെമൺ ജ്യൂസ്, ചിക്കൻ 65 മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇട്ട്, പിന്നെ ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ്, ഇച്ചിരി ഓയിൽ, പിന്നെ കരിവേപ്പില. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സോയാ സോസ്, ഞാൻ കൈ കൊണ്ട് അത് നല്ലതായിട്ട് പുരട്ടി വയ്ക്കണം. ചെയ്യാൻ പോവാണ്. ചിക്കന് ഇതിനകത്ത് ഇടാൻ നല്ലതായിട്ട് പുരട്ടണം. ബോണോടുള്ള ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ബോണോട് ചിക്കൻ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബോണില്ലാതെയും എടുക്കാം പിള്ളേർക്കൊക്കെ ചെയ്യണമെങ്കിൽ. എന്ന് പറയുന്നത് നമ്മളിനി ഉള്ളി വഴറ്റാൻ പോവാണ്. അതിന് നമ്മൾ ഓയിൽ എടുക്കുക. 1/2 കപ്പ് ഓയിൽ എടുത്തേക്കുന്നത്. അത് അടുപ്പ് ചൂടായി അതിനകത്തോട്ട് ഒഴിക്കുക. അത് നല്ല ചൂടായി എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി ഒരു 6 എണ്ണം, ഇഞ്ചി ഒരു കഷ്ണം, അത് നമ്മൾ ഇനി ഇതിനകത്ത് ഇടാൻ പോകും. ഇഞ്ചി ഇടുവാണ്. അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളി കൂടെ ഇടാം. 6 എണ്ണം ഉണ്ട് ഉള്ളി. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് പെട്ടെന്നൊന്ന് വഴലാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉപ്പ് ഇടണം. അന്നേരം ഒന്ന് പെട്ടെന്നാവും. ഇത് വഴലുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. പെട്ടെന്ന്
ഇതായിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് കോൺഫ്ലവർ ഇട്ടിട്ട്, ഇത് 1 കപ്പ് കോൺഫ്ലവർ ഉണ്ട്. അതിനകത്ത് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി. കളർ നിങ്ങൾക്ക് ഓപ്ഷനല്ല, അത് വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം കുറച്ച് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇത് നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഇനി ക്യാപ്സിക്കം കൂടി ഇടുക. റെഡും ഗ്രീനും ഇടുക. ഓരോ കപ്പ് വീതം, എന്നുവെച്ചാൽ ഓരോ ക്യാപ്സിക്കം വീതം. കാരണം കളർ നല്ല രസമായിരിക്കും അതിനകത്ത്. ഇത് കാണുമ്പോഴേ, ഈ കളറ് കാണുമ്പോഴേ പിള്ളേർക്ക് കഴിക്കാൻ തോന്നും, ഡിഫറെൻ്റ് കളറാകുമ്പോൾ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഈ മുളകും കൂടെ കുറച്ചിട്ട് നോക്കാം. എരിവ് അതിനകത്തെ അരിയെല്ലാം കളഞ്ഞതാണ്, എന്നാലും ചിലർക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇടാം. എരിവ് വേണ്ടാത്തവർക്ക് അത്ര ഇടണ്ട. കുറച്ചിട്ടു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കോൺഫ്ലവർ ഞാൻ ഇതിനകത്ത് ഇടാൻ പോവാണ്. ചിക്കൻ വറുത്തുകൊണ്ട് വന്നു, അതും കൂടെ ഇതിനകത്ത് ഇപ്പം മിക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ കരിയാപ്പില അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. 65 ചില്ലി ചിക്കൻ 65 റെഡിയായി. ഇനി പിള്ളേർ വന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അവർക്ക് അത് രുചിച്ച് നോക്കാനായിട്ട്. റെഡിയാണോ നിങ്ങൾ? ഓക്കെ, എന്നാ കഴിച്ചു നോക്കിയോ എങ്ങനെ ഉണ്ടെന്ന്. It's good? You like it? It's not spicy, right? Subscribe and like to our channel. Share to your friends.